നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ശ്രീരാമ ചൈതന്യവും ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ചൈതന്യവും ഉൾക്കൊണ്ട മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അധികം അറിയപ്പെടാത്ത ഒരു ക്ഷേത്രമാണിത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പഴക്കം ഈ ഭിത്തി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെങ്കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി രാജവംശം, തിരുവിതാംകൂർ രാജവംശം തുടങ്ങി കേരളത്തിലെ ഒരുവിധമുള്ള എല്ലാ രാജവംശങ്ങളുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ കവിയായിരുന്നു തോലൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ ദേശത്തായിരുന്നു. ചേരമാൻ പെരുമാളിന്റെ പണ്ഡിത സദസ്സിലെ ഒരു അംഗമായിരുന്നു കവി തോലൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വൃത്താകൃതിയിലും ചതുരാകൃതിയിലുമുള്ള ശ്രീകോവിലുകളുണ്ട്. ഈ ക്ഷേത്രത്തിലാണ് വൃത്താകൃതിയിലുള്ള ഏറ്റവും വലിയ ശ്രീകോവിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മകരകുണ്ടലധാരാ മദനഗോപാലം, മകരകുണ്ടലധാരാ മദനഗോപാലം, ഭക്തപോഷക ശ്രീ പുരന്ദര വിഠലോ, ഭക്തപോഷക ശ്രീ പുരന്ദര വിഠലോ, വൈകുണ്ഠപുരവാസം, പങ്കജനേത്രം പരമപവിത്രം, പങ്കജനേത്രം പരമപവിത്രം, ശംഖചക്രധരാ ചിന്മയരൂപോ, വെങ്കടാചലനിലയം വൈകുണ്ഠപുരവാസം. വിജയനഗര ശൈലിയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ടുള്ളത് സുദർശനമൂർത്തിയുണ്ട്,
അതുപോലെ ശ്രീ അയ്യപ്പനുണ്ട്. വില്വമംഗലം പ്രതിഷ്ഠിച്ച ഹനുമാന്റെ ഒരു ഉപപ്രതിഷ്ഠ നമസ്കാര മണ്ഡപത്തിൽ നമുക്ക് കാണാം. ഉപപ്രതിഷ്ഠകളിൽ അപ്രത്യക്ഷ സാന്നിധ്യമായി ഗരുഡമൂർത്തിയും ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശ്രേഷ്ഠ എപ്പിസോഡുകളിലൂടെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഈ ക്ഷേത്രം അത്ര അറിയപ്പെടാത്ത ഒരു ക്ഷേത്രമാണ്. ഈ എപ്പിസോഡ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം വന്ന് സന്ദർശിക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവുമാണത്. ഇത്രയും പുരാതനമായ ക്ഷേത്രമായിട്ട് കൂടി ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഈ ക്ഷേത്രം തീർച്ചയായിട്ടും സന്ദർശിക്കുക എല്ലാവരും. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും കാണാം. നമസ്തേ.